രണ്ടാമത്തെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. ഇതെന്താ കിട്ടിയെന്ന് ഒരു ഐഡിയ കിട്ടണില്ല. ഞാൻ ഒരു പടത്തിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പടത്തിന്റെ പേര് ഞാൻ പറയണില്ല. താടി മീശക്കുള്ള ഒരു ചേട്ടനും കാണാൻ കൊള്ളാവുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരി. ഈ പർട്ടിക്കുലർ സിനിമയുടെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇട്ടത്. ഇച്ചിരി ഫണ്ണും ആയിരുന്നു. സിഗ്മയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ നല്ല ജോളി ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇട്ടത്. കുറെ ആ മൂവിയിൽ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ, ഞാൻ പേരെടുത്ത് പറയാനുള്ള, അപ്പൊ അവര് പലരും ലൈക്കും കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഏതാണ്ട് 12 മണിക്കൂർ തന്നെ 6 ലാക്ക് പ്ലസ് ഒക്കെ വ്യൂവും കയറി. പിറ്റേ ദിവസം ആകുമ്പോൾ 1 മില്യൺ ആവുമെന്ന് വിചാരിച്ച് ഇരുന്ന് നോക്കിയിട്ട് കിടന്നുറങ്ങിയതാണ്. പിറ്റേ ദിവസം എനിക്കപ്പം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്നും പറഞ്ഞ് കണ്ട്. അപ്പൊ ഞാൻ അതിലൊരു 3 സെക്കൻഡ് ക്ലിപ്പ് യൂസ് ചെയ്തിരുന്നു. ഈ പടത്തിന്റെ തുടക്കത്തിൽ ജസ്റ്റ് അവർ ചുമ്മാ നിൽക്കണം, ഞാൻ പടം കണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പലരും ഇടുമല്ലോ, അതേപോലത്തെ ഒരു 3 സെക്കൻഡ് അത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറിയിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഇട്ടിട്ട് അത് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. അതിലെനിക്ക് പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ കിട്ടുമെന്ന്. നമ്മൾ എല്ലാവരും യൂസ് ചെയ്ത് കാണാറുണ്ട്, പക്ഷെ അത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് നോ ഇഷ്യൂസ്. എന്നിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ ഇടുമ്പോൾ റിമൂവ് ആവും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ തന്നെ ആ ക്ലിപ്പ് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അതും റിമൂവ് ആയി. അതെന്താ? ഞാൻ ആകെ അതിൽ യൂസ് ചെയ്തേക്കുന്നത് ഞാനിങ്ങനെ വെറുതെ പെരക്കാത്തിരുന്ന് സംസാരിക്കുന്ന ക്ലിപ്പും പിന്നെ തിയേറ്ററിന്റെ പുറത്തുള്ള ക്ലിപ്പുകളാണ്. എനിക്കൊരു ഐഡിയയും കിട്ടാനുള്ള എന്തുകൊണ്ട് റിമൂവ് ആയിരുന്നു. പിന്നെ ഞാനത് അപ്പീൽ കൊടുക്കാനാ, വേറെ പരിപാടിക്കൊന്നും പോകണമെന്നില്ല. കാരണം ഇത് ഒരു ടു മച്ച് ഇമ്പോർട്ടന്റ് വീഡിയോ ഒന്നും അല്ല, ഞാൻ ഫുഡ് ബ്ലോഗാണ് ചെയ്യണം. പക്ഷെ എന്തുകൊണ്ട് കിട്ടി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന്റെ പുറകെ വള്ളി പിടിച്ച് പോയിട്ട് വെറുതെ ചാനലിലേക്ക് ഒന്നും കിട്ടണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്ത. അപ്പൊ ഇതിനെപ്പറ്റി എന്തെങ്കിലും നോളജ് ഉള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ മൂവി റിവ്യൂസ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കണ്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ട്രെയിലർ കട്ട് പോലും സേഫ് അല്ല. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം.